എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കൃഷി രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇതൊരു പോർട്ടബിൾ കിച്ചൺ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചതുരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പകുതി മുക്കാൽ ചതുരം ഏറ്റവും അടിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ അതിനൊരു കമ്പി ഇത് വളച്ചിട്ട് പൈപ്പ് പോലെ പ്ലംബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ്. എന്നിട്ട് ഏറ്റവും അടിയിൽ ഒരു ബേസ് വേണം. ബേസിൽ ആ കമ്പി അവിടെ പൈപ്പ് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബേസ് കണ്ടോ, ഇപ്പോൾ ഉണ്ടോ പരന്നിട്ടുള്ള ബേസ് അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പരന്നിട്ടുള്ള ബേസ് ഉണ്ട്. ഈ ബേസിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്നോളും. കാറ്റ് പിടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്മേൽ കല്ലെടുത്ത് വെച്ചാൽ ഇനി ഇതിൽ നമ്മൾ ഇതെല്ലാം പാകിയിട്ട് കയറ് അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെ നൈലോണിൻ്റെ എന്തിൻ്റെങ്കിലുമൊക്കെ ചരടുകൾ പാകി ഒരു വല പോലെ ആക്കിയിട്ട് അതിനടിയിൽ ഒരു പോട്ട് വയ്ക്കുക. ആ പോട്ട് ഇവിടെ താഴെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. താഴെ കൊണ്ടുപോയി വെച്ചിട്ട് ഈ പോട്ടിൽ നിന്ന് വളർന്ന് വന്നു കഴിഞ്ഞായിട്ട് ഇത് മേലോട്ട് പന്തലിച്ച് ഇതിനകത്തേക്ക് കയറി വരുന്നതാണ്. ഈ പോട്ട് എടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, ഈ പോട്ട് ഇവിടെ നിർത്തി ഒരിടത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ പോട്ടിൽ നമ്മൾ എന്തെങ്കിലും ചെടി നട്ടിട്ട് വളർന്ന് വരുമ്പോഴേക്കും നമ്മൾ ഈ പ്ലാന്റ് ഇതിലേക്ക് പടർത്തി വിടേണ്ടതാണ്. ഈ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പടർന്ന് കയറി കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇവിടെ വെയിൽ കിട്ടുന്നില്ലെന്ന് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങനെ തന്നെ രണ്ടുപേരുടെ സഹായത്തോടെ ഒരാൾ ഈ ചട്ടി പിടിക്കുക, പോട്ട് പിടിക്കുക, ഒരാൾ ഈ ഫ്രെയിമും പിടിക്കുക. ഇതെല്ലാം കൂടി ഒന്നിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ കൃത്യപ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിളാണ്. ഇത് ഈ മഴ വരികയാണെങ്കിൽ ഭയങ്കര മഴ വരികയാണെങ്കിൽ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. ഓലയുടെ തെങ്ങിൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും മാറ്റി വെക്കാം. മാറ്റിൽ വീഴുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. അപ്പോൾ വെയിലുള്ളിടത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മാറ്റി വെക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മനസ്സിലായി. ഇതിലേറ്റവും ഇത് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ഒരു കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മറിഞ്ഞു വീഴില്ല. അപ്പോൾ കാറ്റ് വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാതെ നമ്മൾക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഭംഗിയായിട്ടുള്ള പോർട്ടബിൾ കിച്ചൺ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ വരുമ്പോൾ അത് ഞണ്ടിനെ എങ്ങനെ എളുപ്പത്തിൽ പിടിക്കാം, എളുപ്പത്തിൽ ഞണ്ടിനെ പുഴയിൽ ചെന്ന് കൈ നനയാതെ ഞണ്ടിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്തതിൽ കാണാം.